സ്ലീഹ മൂന്നാം ചൊവ്വ. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്നു. രൂപാന്തരീകരണ അനുഭവം കഴിഞ്ഞ് താഴ്വരയിലെത്തുമ്പോൾ ശിഷ്യന്മാർ പരിശ്രമിച്ചിട്ടും സുഖമാക്കാൻ കഴിയാതിരുന്ന ഒരു അപസ്മാര രോഗിയുടെ പിതാവ് യേശുവിന്റെ മുൻപിൽ താണുവീണ് തന്റെ മകനെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. മറ്റാരിലും രക്ഷയില്ല എന്ന് ബോധ്യമുള്ളവർക്ക് യേശു എന്നും അത്താണിയാണ്. ഇന്നും പരിശുദ്ധ കന്യാമറിയം കാനായിലെ കല്യാണവിരുന്നിൽ അത് ചെയ്തു കാണിച്ചു. കുഷ്ഠരോഗികളും ജന്മനാ അന്ധരായവരും ശതാധിപനും രക്തസ്രാവക്കാരി സ്ത്രീയും വിജാതീയ മാതാവും എല്ലാം സുവിശേഷത്തിലെ മാതൃകകളാണ്. എന്നാൽ യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളും കണ്ടിട്ടും പിശാചിനെ ബന്ധിക്കാനും രോഗങ്ങൾ സുഖമാക്കാനും പ്രത്യേക അധികാരവും ശക്തിയും നൽകപ്പെട്ടിട്ടും അർദ്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന ശിഷ്യർ നാട്ടുകാരുടെ മുൻപിലും യേശുവിന്റെ മുൻപിലും അപഹാസ്യരാകുന്നു. വിശ്വാസമില്ലാത്തതുവഴി പിഴച്ചതുമായ തലമുറയെ എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും എന്ന് ക്രിസ്ത്യൻ നാമധാരികളായ നമ്മോടും കൂടിയുള്ള ഒരു ചോദ്യശരമാണ്. പൈശാചിക ബാധ ഒഴിവാക്കുന്ന പല സന്ദർഭങ്ങളും യേശു അഭിമുഖീകരിക്കുന്നുണ്ട്. അവന്റെ സാന്നിധ്യവും സ്വാധീനവും തിരിച്ചറിയാത്തതിനാലാണ് നമ്മുടെ ഇടയിലുണ്ടായ പല വീഴ്ചകൾക്കും തകർച്ചകൾക്കും കാരണമെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഏറെ പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിഷ്കാസിതമാകും. യേശുനാമത്തിൽ പൈശാചിക ബന്ധനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന ശക്തിയേറിയ ആയുധം പ്രയോഗിക്കുവാൻ നാം പ്രാപ്തരാകട്ടെ.